ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിപുരാതനവും അതിമനോഹരവുമായ ഒരു ക്ഷേത്രത്തെയാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ട്രെക്കിംഗ് കേന്ദ്രങ്ങളിലൊന്നായ റാണിപുരത്തോട് ചേർന്ന് കിടക്കുന്ന പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രം. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിൻ്റെ മലയോര സൗന്ദര്യം മൊത്തം ഉൾക്കൊണ്ട് നിലകൊള്ളുന്ന ഈ ക്ഷേത്രം കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറി പനത്തടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ഐതിഹ്യം എന്ന് പറയുന്നത് വനത്തിലെ ഗിരിശൃംഗത്തിൽ ഒരു പാർവതീ ക്ഷേത്രമുണ്ടായിരുന്നു എന്നും അവിടെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ തപസ് ചെയ്തിരുന്നു എന്നതുമാണ്. ഒരു ദിവസം സ്വപ്നത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠന് ഒരു അരുളപ്പാടുണ്ടാവുകയും പാണത്തൂരിനടുത്ത് ചന്ദ്രഗിരി പുഴയിൽ പവിത്രക്കയം എന്ന സ്ഥലത്ത് പുഴയിൽ ഒരു ശിവലിംഗം ഉണ്ടെന്നും അത് കണ്ടെടുത്ത് പ്രതിഷ്ഠ നിർവഹിക്കണം എന്നതുമായിരുന്നു. അതനുസരിച്ച് മുങ്ങിയെടുത്ത ശിവലിംഗവുമായി പുറപ്പെട്ട ബ്രാഹ്മണന് മൂത്രശങ്കയുണ്ടാവുകയും അവിടെ കണ്ട ഒരു ബ്രാഹ്മണ ബാലനെ വിഗ്രഹം ഏൽപ്പിച്ച് പോവുകയും ഉണ്ടായി. തിരികെ വന്ന ബ്രാഹ്മണൻ വിഗ്രഹം ഒരു മരത്തടിയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച് അത് മരത്തടിയിൽ ഉറച്ചു പോയത് കണ്ട് ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് ഇളക്കാൻ ശ്രമിക്കുകയും വിഗ്രഹത്തിൽ മുറിവുണ്ടാവുകയും ചെയ്തു. ഈ മുറിവ് ഇന്നും വിഗ്രഹത്തിൽ ഉണ്ടത്രേ. അവിടെ ചന്ദനലേപനം ചെയ്യുന്നത് ഇന്നും പതിവാണ്. ദേഷ്യം തോന്നിയ ബ്രാഹ്മണൻ അവിടെ ഇരി പെരുന്തടിയ എന്ന് പറഞ്ഞത്രേ. അതിൽ നിന്നാണ് പെരുന്തടി എന്ന സ്ഥലനാമം സിദ്ധിച്ചതെന്ന് പറയുന്നു. അവിടെ കണ്ട ബ്രാഹ്മണ ബാലൻ വനശാസ്താവായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിമനോഹരമായ വനനിബിഡമായ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ മഹാദേവന് പുറമെ ഗണപതി, ഗുരുവായൂരപ്പൻ, വീരഭദ്രൻ, വെങ്കട്ടരമണൻ, നന്ദി, വൃക്ഷരാജാവ്, വനശാസ്താവ്, ബ്രഹ്മരക്ഷസ്, പിന്നെ ഭഗവതി പ്രതിഷ്ഠകളും ഉണ്ട്. അല്പം മാറി കുളക്കടവിൽ ഭഗവാന്റെ കാൽപാദവും കാണാവുന്നതാണ്. സർവൈശ്വര്യപ്രദായകനായ പെരുതടിയപ്പൻ്റെ അനുഗ്രഹത്തിനായി ദിവസവും ഒട്ടേറെ ആളുകൾ എത്തുന്ന ക്ഷേത്രമാണ് പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രം.